ഹലോ ഗായ്സ്, ഇന്നൊരു മത്തിപ്പീരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ മത്തി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് മത്തി വേവാനുള്ള വെള്ളവും അതിൻ്റെ കൂടെ നമ്മൾ പുളിവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇത് വേവാൻ വേണ്ടി വെക്കാം. ഇനി അരപ്പിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ മത്തി ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ടാട്ടോ എക്സ്ട്രാ അരപ്പിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. ഇനി നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. അരപ്പിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. അപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി വരുന്ന ടൈമിൽ നമ്മൾ ഇതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ലേശം ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അടിപൊളി മത്തി പീര റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ അടുത്ത വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.